ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് കോണും മുട്ടയും ചേർന്നുള്ള റെസിപ്പി നോക്കാം. അതിന് വേണ്ടത് 2 കോണ്, 2 തക്കാളി, 4 കോഴിമുട്ട വേണം, 2 ഉള്ളി വേണം, 2 തക്കാളി വേണം. പിന്നെ മസാലയായിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. ഇത്രയാണ് വേണ്ടത്. ഈസിയാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കാം. റാപ്പ് ചെയ്തിട്ടാണ് നമുക്ക് സ്വീറ്റ് കോൺ കിട്ടുക. കാരണം നമുക്കിത് പച്ചയായിട്ടും കഴിക്കാം, മധുരം ഉണ്ടാവും ഇത്. അപ്പോൾ അതിങ്ങനെ ക്ലീൻ ചെയ്യാം. ഇങ്ങനെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ കഴിയും. പിന്നെ നാരൊക്കെ എടുത്ത് കളയാം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഒരു പ്ലേറ്റിലോ ഇങ്ങനെ അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഉള്ളി കട്ട് ചെയ്യുക. ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. വളരെ ചെറുതാക്കണമെന്നില്ല. തക്കാളി അതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. കോണ്, ഉള്ളി, തക്കാളി. അപ്പോൾ ചട്ടി വയ്ക്കുക, കുറച്ച് വെളിച്ചെണ്ണ പാരുക, ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി കുറച്ചിങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ടാൽ പെട്ടെന്ന് വാടി കിട്ടും. കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് തക്കാളി, ഉള്ളി ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം തക്കാളി ഇടുക. അല്ലാണ്ട് ഫ്രൈ ഒന്നും ആകണ്ട. ഒന്ന് ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും തക്കാളി ഇടുക, കോണിടുക. ഇതാ 2 കോണാണ്. 2 കോണ് വൃത്തിയാക്കുമ്പോൾ ഇത്രയും ഉണ്ടാവും. ഉള്ളിയും തക്കാളിയും കോണും എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ കഴിക്കാവുന്നതാണ്. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയൊരു റെസിപ്പിയാണിത്. പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് ഇത് കഴിച്ചാലും പെട്ടെന്ന് നമുക്ക് വിശക്കൊന്നുമില്ല. ഞങ്ങൾ ഡിന്നറിനാണ് അധികം കഴിക്കാറ്. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എനിക്കിങ്ങനെ കൈയളവാണ്. എത്രയാണോ നമുക്ക് നമ്മളുടെ അളവ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നല്ല ഉപ്പ് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക. എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ നന്നായി മിക്സ് ചെയ്യുക. മൂടി വയ്ക്കുക. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വയ്ക്കുക. ഇടയ്ക്ക് അടി പിടിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. അപ്പോഴേക്കും നമുക്ക് അതിന് വേണ്ടിയുള്ള മുട്ട റെഡിയാക്കാം. മുട്ട പൊട്ടിച്ച് അതൊന്ന് കലക്കിയെടുക്കുക. മുട്ടയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർക്കുക. കാരണം നമ്മൾ ഓൾറെഡി അതിൽ ഉപ്പ് ചേർത്താണ്. ഒരു പാനോ ഇതേപോലെ ദോശക്കല്ലോ എന്തെങ്കിലും വെച്ച് നമുക്ക് മുട്ട ഒന്ന് അപ്പം പോലെ ഉണ്ടാക്കിയെടുക്കാം. മുട്ട ഫുള്ളായി ചേർത്ത് കൊടുക്കുക. നമുക്ക് അവിടെ അടുപ്പിൽ എന്തായി നോക്കാം. ഏകദേശം 10 മിനിറ്റോളമായി. കോണ് നല്ല ഡ്രൈ ആയി. വെള്ളമൊക്കെ നല്ല വറ്റിയിട്ടുണ്ട്. വെള്ളം ഉണ്ടാവാൻ പാടില്ല, നല്ല ഡ്രൈ ആയി ഉണ്ടാവണം. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടി ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. മുളക് പൊടി ചേർത്താൽ കുറച്ച് കളറും കഴിക്കുമ്പോൾ കുറച്ച് സ്പൈസി ഉണ്ടാവും. ആവശ്യമുള്ളതിന് മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ അവസാനം നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, അത് മതിയെങ്കിൽ അത് മാത്രം മതി. മുട്ട നമുക്ക് തിരിച്ചിട്ടിട്ട് ഒന്ന് ചിക്കിയെടുക്കാം. ഇങ്ങനെ ഒന്ന് ചിക്കിയെടുക്കുക മുട്ട.
നന്നായി ചിക്കി എടുത്തിട്ട് നമുക്കിത് അതിൽ കോണിൽ ചേർത്ത് കൊടുക്കാം. മുട്ട നന്നായി എല്ലാം ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാം. ഞാൻ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. മല്ലിയില ചേർത്തതിന് ടേസ്റ്റ് ഉണ്ടാവും. ലാസ്റ്റ് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ക്രഷഡ് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ പൊടിച്ചതുണ്ടെങ്കിൽ നമുക്ക് പൊടിയായിട്ട് ചേർക്കാം. അപ്പോൾ നമ്മളുടെ വിഭവം റെഡിയായി. ഇതാണ് കോൺ എഗ്ഗും ചേർന്നത്. ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം.